Hello friends, welcome to Shahanas recipes. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കൂ. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. സാധാരണ മുട്ട ബിരിയാണീനെക്കാട്ടിലും എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നമുക്ക് എഗ് ബിരിയാണി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് പശുവിൻ നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് ആയി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചോറിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ സവാളയുടെ കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ സവാളയ്ക്കും ക്യാരറ്റിനൊക്കെ ചെറിയൊരു ഉപ്പും ഉണ്ടാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സവാള ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് കറുത്ത കളറായി പോകാൻ പാടില്ല, കരിഞ്ഞ് പോവരുത്. ഏകദേശം ഈ ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കതെടുത്ത് മാറ്റാം. ഇനി നന്നായി ചൂടായിട്ടുണ്ടാവും എണ്ണ. ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റിൽ താഴെ മതിയാവുള്ളൂ കേട്ടോ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഇതിൽ ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതും കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുന്നേ അതും എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത എണ്ണ എടുത്ത് മാറ്റരുത്. നമ്മളപ്പോൾ ഈ എണ്ണയും നെയ്യും യൂസ് ചെയ്തിട്ടാണ് ചോറ് വെക്കാൻ പോണത്. അപ്പോൾ ചോറ് ഞാനിവിടെ കുക്കറിലാണ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് കുക്കറിൽ വെക്കാൻ, ഈസി ആയിട്ടുള്ള ഒരു വേ ആണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഇത് ജീരകശാല അരിയാണ്, ജീരകശാല കൈമാരിയാണ്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക്, നന്നായി ചൂടായിട്ടുള്ള കുക്കറിലേക്ക് ആ നെയ്യും എണ്ണയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഈ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് മുരിച്ചെടുത്ത എണ്ണ തന്നെയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസസ് കൂടുതൽ ഇടാം കേട്ടോ. വളരെ കുറച്ച് എമൗണ്ടിലാണ് ഞാൻ ചോറ് വെക്കുന്നത്, എന്നാലും കുറച്ച് സ്പൈസസ് ഇടുക. ഇനി അതിലേക്ക് കുറച്ച് സവാള, ഒരു കൈപ്പിടി സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കപ്പ് അരിയാണ്. 150 ഗ്രാമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 3 പേർക്കുള്ള അളവാണത്. 150 ഗ്രാമാണ്. എൻ്റെ ഈ കുക്കർ 1.5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ വളരെ കുറച്ച് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തൊന്നും വേണ്ട, ഈ അരി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഈ സ്പൈസസിലും സവാളയിലും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. കൈ വിടാതെ വറുത്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവാനും അതിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തിളച്ച ചൂടുവെള്ളം, നന്നായി വെട്ടിത്തിളയ്ക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ അരി ഇങ്ങനെ കനച്ചു പോവും. അപ്പോൾ കനച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നന്നായിട്ട് ആറിയതിന് ശേഷം ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുഴുവൻ ആവിയും പോയതിന് ശേഷം തുറക്കുക. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ട നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയിലേക്ക് ആ കളറൊക്കെ നന്നായിട്ട് പിടിക്കും. നമ്മൾ കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ പിടിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ. പശുവിൻ നെയ്യ് തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ചട്ടിയിലാണ് നമ്മൾ ഇതിൻ്റെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മുട്ട വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് മസാല ഒന്നും പുരട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിൻ്റെ പുറത്തുള്ള പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. മുട്ട ആകെ കൂടി കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുട്ട നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാൻ പോണത്. ഇത് നെയ്യാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് എമൗണ്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. 3 പേർക്കാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ അളവും കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മസാല കൂടുതൽ വേണമെങ്കിൽ സവാളയും തക്കാളിയും ഒക്കെ കൂടുതലിടുക. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. സവാള ഒന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി മസാല ഉണ്ട്. അപ്പോൾ സവാളയിലേക്ക് അതൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഭയങ്കര പേസ്റ്റ് പോലെ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂട്ടണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. പക്ഷെ ഇട്ട് കൊടുത്താൽ അത് മുന്തിയൊന്നും നിൽക്കില്ല. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. വളരെ കുറച്ചിട്ട് കൊടുത്താൽ ഒരുപാട് അങ്ങ് അറിയില്ല. മസാലയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒക്കെ അതങ്ങ് മാറിക്കോളും. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് അതൊന്ന് വഴണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, നിങ്ങളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഓൾറെഡി നമ്മൾ മുട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇനി അതിൻ്റെ കൂടെ ഞാൻ അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് മസാല ഒന്നും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് മസാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് കൂടി ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മസാല നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള
എഗ്ഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചോറെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ മുട്ട മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഏകദേശം കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ ഉപ്പ് ആവശ്യമായിട്ട് വരും. അതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് കുറച്ച് നേരം കൂടി ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. നല്ലോണം ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാല ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൈനാപ്പിൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ് ഈ എഗ് ബിരിയാണിയിൽ ഈ ഒരു മസാലയുടെ കൂടെ പൈനാപ്പിൾ ഇട്ടാൽ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുറിച്ച് വെച്ച കുറച്ച് സവാളയും അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് ഒന്നുപോലും തമ്മിൽ ഒട്ടിയിട്ടില്ല. നമ്മൾ നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഒട്ടാതെ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ചോറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഈസിയാണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഈ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ. ഇനി വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് ഫുൾ ചോറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പൈനാപ്പിളും അതുപോലെ തന്നെ മുറിച്ച സവാളയും കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വെക്കുക. തീരെ സിമ്മിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വെക്കുക, നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ച്. ഇനി ഞാനൊരു 10 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. അത്യാവശ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. അതുപോലെ ഒന്നും ഒട്ടിയിട്ടില്ല, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ മസാലയും ചോറും കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ മുട്ട വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക, എന്നാലാണ് നന്നായിട്ട് ആ മിക്സ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുന്നേയും ഞാൻ ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.